2019 4,31,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പോടുകൂടി വയനാട് എന്ന മണ്ഡലം ഒരു എ ക്ലാസ് മണ്ഡലമായി മാറുകയും ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലമാവുകയും ചെയ്തു. പിന്നീട് 2024 ഏതാണ്ട് 3,60,000 വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് നേടിയെടുത്തു. റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി വലിയ വിജയമാണ് ഉണ്ടാക്കിയത്. അന്നു മുതൽ പൊതുവിൽ നടന്ന ചർച്ച രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും എന്നത് തന്നെയായിരുന്നു. എത്രയധികം വിമർശനങ്ങൾ എതിർ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിയാലും രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവും കേരളത്തോടും സൗത്ത് ഇന്ത്യയോടും പ്രത്യേകിച്ച് വയനാടിനോടും ഒട്ടും അകൽച്ച കാട്ടിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൻ്റെ കന്നി അംഗത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം പ്രിയങ്ക വയനാട്ടിൽ നിന്ന് നേടിയെടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ചുവടുമാറ്റങ്ങളുടെ ഗാന്ധി കുടുംബത്തിൻ്റെ പുതിയ തലമുറ മാറ്റത്തിൻ്റെ ഒക്കെ കാര്യങ്ങളാണ്. പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരണം, കളം നിറഞ്ഞ് കളിക്കണം എന്ന് ഒരുപാട് നാളുകളായുള്ള UDFകാരുടെ ആഗ്രഹമാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിന് ഏറ്റവും അധികം ബലം നൽകുന്ന ഒരാൾ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പൊതുവിൽ ചർച്ചകളുമുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലും സഹോദരനെ മുൻപിലേക്ക് നിർത്തി പ്രിയങ്ക ഒഴിഞ്ഞു മാറുമ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രിയങ്കയെ കാണുന്ന UDFകാരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യയുടെ ഉരുക്കുവനിതയായ ഇന്ദിരാഗാന്ധിയുടെ മുഖമാണ്. ഇന്ദിരാഗാന്ധിക്ക് ഒരു പിൻഗാമി എന്ന നിലയിൽ പലരും പ്രിയങ്കയെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നിറഞ്ഞു കളിക്കുമ്പോൾ ദക്ഷിണേന്ത്യയുടെ ചരട് പട്ടം അത് ഏറ്റെടുക്കാനായി പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വയനാട് വീണ്ടും ജനശ്രദ്ധ ആകർഷിക്കുന്നു. വയനാട്ടിൽ നടക്കുന്ന പോരാട്ടം വീണ്ടും ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ പോകുന്നു. ഇവിടെ ഏറ്റവും അധികം വെട്ടിലാവുന്നത് എതിർ രാഷ്ട്രീയക്കാരായ ഇടതുമുന്നണിയും BJPയുമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പടവാൾ ഉയർത്തിയത് ഒരു പരിധിവരെ അവരുടെ തോൽവിക്കും അല്ലെങ്കിൽ വോട്ട് ഷെയറിങ്ങിനും ഒക്കെ വലിയൊരു വിപത്തായി മാറിയെന്ന് പൊതുവിലൊരു കണക്കുകൂട്ടലുണ്ട്. പ്രിയങ്കയെ വിറപ്പിക്കേണ്ടത് BJPയുടേത് കൂടി ആവശ്യമാണ്. BJPക്ക് പൊതുവിൽ ഇന്ത്യയിലുണ്ടായ ഒരു തിരിച്ചടി, പ്രത്യേകിച്ച് മോദി പ്രഭാവം ഇന്ത്യയിൽ പലയിടങ്ങളിലും ഏശാതെ പോയതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോഴും സൗത്ത് ഇന്ത്യയിൽ മോദി പ്രഭാവം പലയിടങ്ങളിലും ആഞ്ഞടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതൊക്കെ മുതലാക്കാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ വീണ്ടും ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ BJPക്ക് ഇവിടെ വീണ്ടും കളങ്ങളുണ്ട് എന്ന് തെളിയിക്കാൻ ഇവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് അവരുടെ ആവശ്യകതയുമാണ്. മാത്രമല്ല അടുത്തായി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പാലക്കാടും ചേലക്കരയിലും നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഇത് ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി പല രാഷ്ട്രീയ കക്ഷികളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ പ്രിയങ്കയുടെ ഇങ്ങോട്ടുള്ള സ്ഥാനാർത്ഥിത്വം പോലും പാലക്കാട് മുൻപിൽ കണ്ടുള്ളതാണ് എന്ന് ഒരു അടക്കം പറച്ചിലുകളുമുണ്ട്. പാലക്കാട് BJPക്ക് വലിയ പ്രാതിനിധ്യമുണ്ട്. പാലക്കാട് BJP വീണ്ടും അടിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് പ്രിയങ്കയെ ഇവിടെ നിർത്തി വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കുമ്പോൾ അത് കേരളത്തിന് ഉണ്ടാക്കിത്തരാൻ പോകുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കിത്തരാൻ പോകുന്ന ഇമ്പാക്റ്റ് ചില്ലറയല്ല എന്ന് രാഷ്ട്രീയ നിരൂപകർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രിയങ്കയുടെ ഇങ്ങോട്ടുള്ള വരവ്.